നമസ്കാരം. ധനുസ് പി എസ് സി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വില്ലേജ് ഫിൽഡസ്റ്റിൻ്റെ പരീക്ഷയ്ക്കുള്ള ആവർത്തന ചോദ്യങ്ങളാണ് 2026 VFA സിലബസ് പ്രകാരമുള്ള ചോദ്യങ്ങളാണ് ഉള്ളത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 172/25 ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ചോദ്യങ്ങൾ നോക്കാം. VFA സിലബസ് പ്രകാരമുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ ഈ ചോദ്യങ്ങളിലുമുള്ളത്. 50 ചോദ്യങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ രീതി തിരഞ്ഞെടുക്കുക. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ രീതി തിരഞ്ഞെടുക്കുക. അതിൻ്റെ വർഷം അനുസരിച്ച് നമുക്ക് ഉത്തരം എഴുതേണ്ടി വരുന്നു. പ്രസ്താവന: പാരീസിലെ ബോസ്റ്റേൽ കോട്ടയുടെ പതനം, ബോസ്റ്റൺ ടീ പാർട്ടി സംഭവം, ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നിവയാണ്. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. രണ്ടാമത്തത് 1, 3 വരിക. രണ്ടാമത്തത് 1, 3 വരിക. നെക്സ്റ്റ് ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ ഡച്ചുകാരുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഡച്ചുകാരുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം. പോളാവാരം ജലസേചന പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? പോളാവാരം ജലസേചന പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ആൻസർ ഗോദാവരി. ആൻസർ ഗോദാവരി. നെക്സ്റ്റ് വൺ, ഗാസ യുദ്ധം സംബന്ധിച്ച് തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഗാസ യുദ്ധം ശരി പ്രസ്താവനകളാണ്. ആൻസർ ഓപ്ഷൻ എ, ഒന്നാമത്തതും രണ്ടാമത്തതും. ഗാസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഉച്ചകോടി 2025 ഒക്ടോബർ 13 ഈജിപ്തിലെ ഷരം അൽ ഷാഖിൽ നടന്നു. ഈജിപ്തിലെ ഷരം അൽ ഷാഖിൽ നടന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്തിലെ പ്രസിഡന്റ് അബ്ദൽ ഫത്ത അൽ സിസിയുമാണ് അധ്യക്ഷത വഹിച്ചത്. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ സി, ഒന്നാമത്തതും രണ്ടാമത്തതും ശരിയായ ജോഡി. ഹിതകാരുണ്യ സമാജം, വീരേശ് ലിംഗം പന്തലു. സ്വാഭിമാന പ്രസ്ഥാനം, EV രാമസ്വാമി നായ്ക്കർ. ശരിയായ ജോഡികൾ ഹിതകാരുണ്യ സമാജം, വീരേശ് ലിംഗം. സ്വാഭിമാന പ്രസ്ഥാനം, EV രാമസ്വാമി നായ്ക്കർ. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ള പ്രസ്താവനകൾ ശരിയായവ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, രണ്ടാമത്തേത് മാത്രം. ചമ്പാരനിലെ സമരം നീലം കർഷകർക്ക് വേണ്ടി ആയിരുന്നു. 1917 ചമ്പാരനിലെ സമരം നീലം കർഷകർക്ക് വേണ്ടി ആയിരുന്നു. നെക്സ്റ്റ് വൺ, ഭൂമിയും ചന്ദ്രനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏതാണ്? ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന വേലിക്ക് പറയുന്ന, അല്ലെങ്കിൽ ആ വേലിയേറ്റത്തിന് പറയുന്ന പേരെന്താണ്? വാവുവേലി. ഓക്കെ, ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലിയാണ് വാവുവേലി. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. ഖാദർ ഏത് മണ്ണിനത്തിൻ്റെ വകഭേദമാണ്? ഖാദർ ഏത് മണ്ണിനത്തിൻ്റെ വകഭേദമാണ്? എക്കൽ മണ്ണ്. എക്കൽ മണ്ണ്. അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണം ഏതാണ്? അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണം ഏതാണ്? ഹൈഗ്രോമീറ്റർ. പക്ഷേ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യമേ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ പരീക്ഷ എടുക്കുന്ന സമയത്ത് നമുക്കൊന്നുകൂടി റിവിഷൻ ചെയ്യുന്നത് വളരെ ഉപകാരമായിരിക്കും. ഓക്കെ, അപ്പോൾ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നെക്സ്റ്റ്, പകരത്തെ സൂര്യതാപമേറ്റ് പർവ്വതചരിവിലെ വായു വികസിച്ചുയരുന്നത് മൂലം താഴ്വരയിൽ നിന്ന് പർവ്വത മുകളിലേക്ക് കാറ്റ് വീശുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി, താഴ്വരക്കാറ്റ്. താഴ്വരക്കാറ്റ്. 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആര്?
2025 വയലാർ സാഹിത്യ പുരസ്കാരം സന്തോഷ് കുമാർ. നെക്സ്റ്റ്, കോളനി ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ശരി പ്രസ്താവന. ആൻസർ ഓപ്ഷൻ സി ശരി പ്രസ്താവന. 1ഉം 3ഉമാണ് ശരി പ്രസ്താവനകൾ. ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി 1970 പകുതി മുതൽ 80 പകുതി വരെ. രണ്ടാം ഘട്ടം ഹരിത വിപ്ലവം ആരംഭിച്ചതെന്നാണ്? 1970 പകുതി മുതൽ 1980 പകുതി വരെ അല്ലേ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് കൺഫ്യൂഷനായി പോകും. അപ്പോൾ 1970 മുതൽ 70 പകുതി മുതൽ 80 പകുതി വരെയാണ് രണ്ടാം ഘട്ടം. നെക്സ്റ്റ് ചോദ്യം, ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഇതിൽ ശരി ഏതൊക്കെയാണ്? ശരി പ്രസ്താവന ഓപ്ഷൻ സി. 2-3 ശരി. GATT പിൻഗാമിയായിരുന്നു WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. GATT സ്ഥാപിതമായ വർഷം 1948 ആയിരുന്നു. GATT പിൻഗാമിയായിരുന്നു WTO. GATT സ്ഥാപിതമായ വർഷം 1948 ആയിരുന്നു. ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യപരമായ അവസ്ഥ മനസ്സിലാക്കുവാൻ ഉപയോഗിക്കുന്ന സൂചകം ഏതാണ്? ആരോഗ്യപരമായ അവസ്ഥ മനസ്സിലാക്കുവാൻ സൂചിപ്പിക്കുന്ന സൂചകം ഏതാണ്? ഇതല്ല. നെക്സ്റ്റ്, നീതി ആയോഗായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഇന്ത്യയുടെ G20 പ്രസിഡൻസിയുടെ പ്രമേയം എന്താണ്? പ്രമേയം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. നെക്സ്റ്റ് 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഏത് വർഷത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? ആൻസർ ഓപ്ഷൻ ബി 2002. നെക്സ്റ്റ്, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ അനുച്ഛേദം 38 തുല്യനീതിയും സൗജന്യ നിയമസഹായവും. ഒരു ബിൽ പണബിൽ ആണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി ലോക്സഭാ സ്പീക്കർ. നെക്സ്റ്റ്, വിവരാവകാശ നിയമപ്രകാരം എത്ര വർഷം മുൻപ് വരെയുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്? ആൻസർ 20 വർഷം. നെക്സ്റ്റ് ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച കേസ് ഏതാണ്? അത് മൾബറി വേഴ്സസ് മാഡിസൺ കേസ് 1803. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ആദ്യമായി കൊണ്ടുവരുന്നത്. തന്നിരിക്കുന്ന തെറ്റ് പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ തെറ്റ് പ്രസ്താവന 1ഉം 4ഉമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 6 തെറ്റ് പ്രസ്താവന അതൊക്കെ നമുക്ക് വായിക്കേണ്ടതില്ല അല്ലേ? അപ്പോൾ 2 ശരി പ്രസ്താവന നോക്കി വെക്കാം. ഓക്കെ. നെക്സ്റ്റ് 25th ക്വസ്റ്റ്യൻ, മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം അതാത് മതങ്ങൾക്ക് നൽകുന്ന അനുച്ഛേദം ഏതാണ്? മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കുവാനുള്ള അവകാശം അതാത് മതങ്ങൾക്ക് നൽകുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദമാണ് അനുച്ഛേദം 26. പ്രൊറോഗേഷൻ എന്നത് എന്താണ്? പ്രൊറോഗേഷൻ എന്ന് പറയുന്നത് ഒരു സെഷൻ അവസാനിക്കുന്നു എന്നതാണ്. തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് നടനെയാണ് വോട്ടർ ബോധവൽക്കരണത്തിനായി നിലവിൽ ദേശീയ പ്രതീകമായി അംഗീകരിച്ചിട്ടത്? നടൻ ഏതാണ്?
ആൻസർ രാജ്കുമാർ റാവു. രാജ്കുമാർ റാവു. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം സംസ്ഥാനത്തിലെ അംഗപരിമിതർക്ക് എത്ര രൂപ വരെയാണ് വാർഷിക ചികിത്സാ സഹായം ലഭിക്കുന്നത്? ആൻസർ 1,00,000 രൂപ. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് 1,00,000 രൂപ. MC ജോസഫൈന് തൊട്ട് മുൻപ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തി ആരാണ്? MC ജോസഫിന് മുൻപ് ജസ്റ്റിസ് അല്ലെങ്കിൽ ശ്രീമതി KC റോസിക്കുട്ടി തന്നിരിക്കുന്നതിൽ കേരള ഗവൺമെൻറ്റിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതായിരുന്നു? അത് സുകൃതം. കേരള ഗവൺമെൻറ്റിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ്? സുകൃതം. P. സച്ചിദാനന്ദൻ്റെ ഏതു നോവലിനാണ് കഥാപാത്രങ്ങൾക്ക് പേര് നൽകാത്തത്? ആൻസർ മരണ സർട്ടിഫിക്കറ്റ്. ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന പ്രധാന വാതകം ഏതാണ്? ക്ലോറോഫ്ലൂറോ കാർബൺ, CFC. ക്ലോറോഫ്ലൂറോ കാർബൺ റെഫ്രിജറേറ്ററിൽ നിന്നും ശീതീകാരിൽ നിന്നും ബഹിർഗമിക്കുന്ന ക്ലോറോഫ്ലൂറോ കാർബൺ. ഇനി ഓസോൺ പാളി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അന്തരീക്ഷത്തിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന അൾട്രാവയലറ്റ് റേസ്, സൂര്യപ്രകാശിൽ സൂര്യനിൽ നിന്ന് വരുന്ന UV റേസ്, അപ്പോൾ അതിൽ നിന്നൊക്കെ സംരക്ഷണം നൽകുന്ന ഒരു ഭൂമിയുടെ കവറിംഗ് ആണ്, ഭൂമിയുടെ കവചമാണത് ഓസോൺ O3 എന്ന പാളി. അപ്പോൾ അത് ശോഷണം വീഴുമ്പോൾ അല്ലെങ്കിൽ ഹോളുകൾ വീഴുമ്പോൾ UVയിൽ നിന്നുള്ള അല്ലെങ്കിൽ സൂര്യനിൽ നിന്ന് വരുന്ന മാരകമായ പല സൂര്യരശ്മികളും നമ്മുടെ ഭൂമിയിലേക്ക് പതിക്കുകയും ഇവിടെ പലതരം അല്ലെങ്കിൽ സ്കിൻ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ക്ലോറോഫ്ലൂറോ കാർബണാണ് ആ ശോഷണത്തിന് കാരണമാകുന്ന വാതകം. നെക്സ്റ്റ് വൺ. താഴെ പറയുന്നവയിൽ പൂർണ്ണമായും ജീവിതശൈലി രോഗമല്ലാത്തതാണ്? പൂർണ്ണമായും ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ആൻസർ മലേറിയ. മലേറിയ എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന് പറയുന്ന ഒരു പ്രോട്ടോസോവ ഉണ്ടാക്കുന്ന അസുഖമാണ്. നെക്സ്റ്റ്. മനുഷ്യരീരത്തിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? പിത്തരസം കരൾ എന്നാണ് ഉത്തരം കിടക്കുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് കിടക്കുന്ന കരൾ, പക്ഷേങ്കിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന എപ്പോഴും കരളാണ്. ഇല്ല, പിത്താശയം എന്ന് പറയുന്നത് കരളിനോട് ചേർന്ന് കാണപ്പെടുന്നല്ലേ പിത്താശയമാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത്. സൺഷൈൻ വൈറ്റമിൻ അറിയപ്പെടുന്ന ജീവകം. സൺഷൈൻ വൈറ്റമിനാണ് ജീവകം D എന്ന് പറയുന്നതാണ് സൺഷൈൻ വൈറ്റമിൻ. പിങ്ക് റിബൺ ഏത് രോഗത്തിൻ്റെ ബോധവൽക്കരണ പ്രതീകം? പിങ്ക് റിബൺ എന്ന് പറയുന്നത് സ്തനാർബുദത്തിൻ്റെയാണ്. കേരള തലത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന മരണാനന്തര അവയവദാന പദ്ധതി ഏതാണ്? മരണാനന്തര അവയവദാന പദ്ധതിയുടെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ D, മൃതസഞ്ജീവനി. നെക്സ്റ്റ് വൺ. പാസ്കൽ നിയമം പ്രയോജനപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ഇവയല്ല. ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? 1ഉം 2ഉമാണ്. നെക്സ്റ്റ്. 20 കിലോഗ്രാം ഭാരമുള്ളൊരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്നും 20 മീറ്റർ/സെക്കൻഡ് പ്രവേഗം ആർജിക്കുന്നു. ഈ വസ്തുവിൽ ചെയ്ത പ്രവൃത്തി എന്താണ്? 4000 ജൂൾ. 2025 നവംബർ 2-ാം തീയതി ISRO ഭ്രമണപഥത്തിൽ എത്തിച്ച സ്പേസ് ക്രാഫ്റ്റ് CMS-03 ശരി പ്രസ്താവന ഏതാണ്? 1ഉം 3ഉമാണ് ശരി പ്രസ്താവനകൾ. രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ആരാണ്? ആരൊക്കെയാണ് എന്ന് നോക്കാം. ജോൺ M. മാർട്ടിനസ്,
കിളിപ്പാട്ട് വൃത്തവുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ്? കിളിപ്പാട്ട് വൃത്തവുമായി ബന്ധപ്പെട്ടതാണ് കേക. മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചലച്ചിത്രത്തിൻ്റെ പേരെന്താണ്? നിശബ്ദ. ആൻസർ വിഗതകുമാരൻ. മാപ്പിളപ്പാട്ടിലെ ഈണത്തിൻ്റെ താളക്രമം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? മാപ്പിളപ്പാട്ടിലെ ഈണത്തിൻ്റെ താളക്രമം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഈശൽ എന്നാണ് അറിയപ്പെടുക. ഇന്ത്യൻ ക്രിക്കറ്റിന് സച്ചിന് മുൻപ് ജന്മം കൊണ്ട ബാറ്റിംഗ് ഇതിഹാസം. സച്ചിന് മുൻപ് ജന്മം കൊണ്ട ബാറ്റിംഗ് ഇതിഹാസം ഏതാണ്? സുനിൽ ഗവാസ്കർ. തക് ബുർണി എന്ന സമകാല നോവൽ രചിച്ചതാരാണ്? തക്ബൂർണി വന്ദൻ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ.